ये इसमें आग लग गया नीचे। ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 10ഓളം യൂണിറ്റുകൾ എത്തിയാണ് ഈ വില്ലിംഗ്ടൺ ഐലൻഡിലുണ്ടായ ഈ തീപിടുത്തം അണയ്ക്കുന്നതിന് വേണ്ടിയിട്ട് എത്തിച്ചേർന്നത്. ഏകദേശം 10ലധികം യൂണിറ്റുകൾ എത്തിയിട്ടുണ്ടായിരുന്നു. വലിയ തരത്തിലുള്ള തീപിടുത്തമാണ് ഉണ്ടായിരുന്നത്. ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്കത് വ്യക്തവുമാണ്. കൊച്ചി തുറമുഖത്ത് എറണാകുളം വാർഫിലെ Q10 ഷെഡിലാണ് ഈ തീപിടുത്തം ഉണ്ടാകുന്നത്. അത് കൺവെയർ ബെൽറ്റിനാണ് തീ പിടിക്കുന്നത്. അതിനുശേഷം ഈ സൾഫറിലേക്ക് തീ എത്തുകയായിരുന്നു. സൾഫർ നമുക്ക് അറിയാവുന്നതാണ്, അത് ഈ തീ ഇങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ അതൊരു വലിയ അപകടത്തിലേക്കും സാധ്യത ഉണ്ടാകേണ്ടതാണ്. ആളപായം ഒന്നും ഉണ്ടായിട്ടില്ല. ഭാഗ്യം കൊണ്ടാണ് ആളപായം ഒന്നും ഉണ്ടാകാതിരുന്നത്. പക്ഷേ സൾഫറാണ് കത്തിയത്. അതുകൊണ്ട് തന്നെ അത് ഏതൊക്കെ രീതിയിൽ നമുക്ക് ഈ പരിസര പ്രദേശങ്ങളിൽ പോലും നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. കാരണം ഇതിന്റെ ദുർഗന്ധം അത് ഈ ശ്വാസതടസ്സം പോലെ നമുക്ക് വളരെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഏകദേശം 6:30 കൂടിയാണ് ഈ വില്ലിംഗ്ടൺ ഐലൻഡിൽ തീപിടുത്തം ഉണ്ടാകുന്നത്. അതിനുശേഷം ആദ്യം മട്ടാഞ്ചേരിയിൽ നിന്ന് ഫയർഫോഴ്സ് യൂണിറ്റ് ഈ പ്രദേശത്തേക്ക് എത്തി തീ അണയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചെങ്കിലും തീ നിയന്ത്രണ വിധേയമാക്കാനായിട്ട് സാധിച്ചില്ല. പിന്നീടാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഈ പ്രദേശത്തേക്ക് എത്തുന്നതും തീ അണയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നതും. നിലവിലെ സാഹചര്യത്തിൽ തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ്.